ഇറാനിൽ ഏത് നിമിഷവും അമേരിക്ക ആക്രമണം നടത്തും എന്നുള്ള വിവരങ്ങൾ ഈ ഘട്ടത്തിൽ പുറത്തുവരികയാണ്. എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയായി എന്നാണ് JD വാൻസ് വ്യക്തമാക്കുന്നത്. ഇനി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഒരു സന്ദേശം അല്ലെങ്കിൽ നിർദ്ദേശം മാത്രം മതി എന്നുള്ളതാണ്. ഇറാന്റെ ആണവ മിസൈൽ കേന്ദ്രങ്ങളെ തവിടുപൊടിയാക്കാൻ ഇസ്രായേലുമായി സംയുക്ത ആക്രമണത്തിന് അമേരിക്ക കോപ്പുകൂട്ടുന്നു എന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവിടുന്നത്. ആഴ്ചകളോളം നീളുന്ന യുദ്ധം അതുണ്ടാകാൻ 90% സാധ്യതയുണ്ടെന്ന് ട്രംപിന്റെ ഉപദേഷ്ടാവും പറയുന്നുണ്ട്. അതായത് നേരത്തെ വെനസ്വേലയിൽ നടത്തിയ ആക്രമണം പോലെ അല്ല. വെനസ്വേലയിൽ വളരെ പെട്ടെന്ന് നടത്തിയ ഒരു ആക്രമണം അത് മണിക്കൂറുകൾ മാത്രം നീണ്ടുനിന്നാണ് എങ്കിൽ മാസങ്ങളോളം നീളുന്ന ഒരു യുദ്ധത്തിൽ ഇറാനെ പൂർണ്ണമായും തകർക്കുക എന്നുള്ളതാണ് അമേരിക്കയുടെ ലക്ഷ്യമെന്നാണ് ഇപ്പോൾ കാര്യങ്ങൾ പുറത്തുവരുന്നത്. അതായത് വീണ്ടും ഒരു മഹായുദ്ധത്തിന് അമേരിക്ക കോപ്പുകൂട്ടുന്നോ? ലോകം കടുത്ത ആശങ്കയിലേക്കാണോ? തിരിച്ചടിക്കാൻ ഇറാൻ കൂടി സജ്ജമായാൽ, ഇറാന് പിന്നിൽ റഷ്യ അണിനിരന്നാൽ അത് വലിയ തോതിലുള്ള യുദ്ധത്തിലേക്ക് മാറും എന്നുള്ള പ്രധാനപ്പെട്ട വിവരമാണ് ഈ ഘട്ടത്തിൽ പുറത്തുവരുന്നത്. ഏതായാലും US മുന്നോട്ട് വെക്കുന്ന ആണവ ചർച്ചയിലെ പല നിബന്ധനകൾക്കും വഴങ്ങാൻ ഇറാൻ തയ്യാറായില്ല എന്നുള്ളത് ട്രംപിനെ വല്ലാതെ പ്രകോപിപ്പിക്കുന്നുണ്ട്. കൂടാതെ ഇറാന്റെ നടപടികൾ, അയത്തുള്ള ഖമേനി അടക്കം നടത്തുന്ന പ്രസ്താവനകളൊക്കെ അമേരിക്കയെ വല്ലാതെ പ്രകോപിപ്പിക്കുന്നു. അമേരിക്കയുടെ ആണവ കപ്പലുകൾ ആക്രമിക്കും എന്ന് തുടർച്ചയായി ഇറാൻ പറഞ്ഞു വെക്കുന്നുണ്ട്. അയത്തുള്ള ഖമേനി പറയുന്നത് അമേരിക്കയെ തകർക്കുമെന്നും മറ്റുമാണ്. ഇതൊന്നും സഹിക്കുന്ന, ക്ഷമിക്കുന്ന ഒരു പ്രസിഡന്റ് അല്ല ട്രംപ് എന്നുള്ളത് നമ്മൾ ഇതുവരെയുള്ള പ്രതികരണങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നതുമാണ്. VV വിനോദ് തുടരുന്നുണ്ട്. വിനോദ്, ഇതിപ്പോൾ കുറച്ച് നാളുകളായി സമാധാന ചർച്ചകൾ ഒരു വഴിക്ക്, മറ്റൊരു തലത്തിൽ യുദ്ധഭീതി ഉണ്ടാകുന്ന പശ്ചാത്തലമുണ്ട്. പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടി കടുക്കുകയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. രഞ്ജിത്ത്, അങ്ങനെ തന്നെയാണ്. കാരണം ലോകം ഒരു യുദ്ധഭീതിയിലേക്ക് പോകുന്ന സ്ഥിതിയാണുള്ളത്. ഇറാനു മേൽ അമേരിക്ക നിയന്ത്രണങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ അത് ആയത്തുള്ള ഖമേനി ഉൾപ്പെടെ നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അമേരിക്കയുടെ തിട്ടൂരം അംഗീകരിക്കില്ല. യുദ്ധമെങ്കിൽ യുദ്ധം എന്ന നിലയ്ക്ക് തന്നെയാണ്. അവിടെയാണ് കാര്യങ്ങൾ ഒരു പ്രത്യേക സാഹചര്യത്തിലേക്ക് പോകുന്നത്. അമേരിക്കൻ പടക്കപ്പലുകളടക്കം നേരത്തെ തന്നെ ഇറാൻ്റെ തീരത്ത് തമ്പടിച്ചിരുന്നു. ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പലായ എബ്രഹാം ലിങ്കൺ അടക്കം 2 വലിയ പടക്കപ്പലുകൾ. അതിന് പുറമെയാണ് ഇപ്പോൾ കൂടുതൽ യുദ്ധോപകരണങ്ങളും അങ്ങനെ ആയുധങ്ങളുമൊക്കെ തന്നെ ഇറാൻ തീരത്തേക്ക് അമേരിക്ക എത്തിക്കുന്നത്. 50ഓളം F-35 യുദ്ധവിമാനങ്ങൾ, F-22, F-16 തുടങ്ങിയ അത്യാധുനിക പോർ വിമാനങ്ങൾ എന്നിവയെല്ലാം തന്നെ ഇപ്പോൾ ഈ ഇറാൻ തീരത്തേക്ക് എത്തിയിട്ടുണ്ട്. യുദ്ധം എന്ന നിലയ്ക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. അമേരിക്കയും ഇസ്രയേലും സംയുക്തമായി ഇതിനിടെ സൈനിക അഭ്യാസം നടത്തി. ട്രംപ് വ്യക്തമാക്കുന്നത് ചില റെഡ് ലൈനുകൾ ഇറാനുമേൽ വെച്ചിട്ടുണ്ട്. അത് ആണവ നിർവ്യാപനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതിന്മേൽ ജനീവയിൽ ചർച്ച തുടരുകയാണ്. അമേരിക്കൻ നയതന്ത്രജ്ഞരും അതോടൊപ്പം തന്നെ ഇറാൻ്റെ വിദേശകാര്യമന്ത്രിയും ഉൾപ്പെടെയുള്ളവർ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസവും 3 മണിക്കൂർ ചർച്ച നടന്നു. പക്ഷേ അമേരിക്ക പറയുന്ന കാര്യങ്ങൾ